കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് MSc മാത്തമാറ്റിക്സിലെ MMT 003 എന്നുള്ള ഓൾജിബ്രയുടെ പേപ്പറിലെ TE പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടുള്ള PYQA അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. സോ MSc മാത്തമാറ്റിക്സിലെ ഒരു കോർ കോഴ്സാണ് നമ്മുടെ ആൾജിബ്ര എന്നുള്ള ഒരു പേപ്പർ. കഴിഞ്ഞ 7 വർഷത്തെ എക്സാമിനേഷൻ പേപ്പേഴ്സ് ജൂൺ 2022 മുതൽ ഡിസംബർ 2025 വരെയുള്ള പേപ്പേഴ്സിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ കറന്റ് അസൈൻമെന്റിന്റെ അടിസ്ഥാനത്തിലുമാണ് ഇവിടെ ഇങ്ങനെയുള്ള ഒരു PYQ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ ഈ ഒരു കോഴ്സ് നമ്മുടെ 4 ബ്ലോക്സ് കവർ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഗ്രൂപ്പ് തിയറി, സ്പെഷ്യൽ ഗ്രൂപ്പ്സ് ആൻഡ് സെമി ഗ്രൂപ്പ്സ്, റിംഗ് തിയറി ആൻഡ് ഫീൽഡ് തിയറി എന്നുള്ള 14 യൂണിറ്റ്സോളം ഈ ഒരു കോഴ്സിൽ വരുന്നുണ്ട്, ഓൾജിബ്രയിൽ വരുന്നുണ്ട്. സോ ഈ ഒരു ഡോക്യുമെന്റ് വഴി നിങ്ങൾക്ക് ഇതിലുള്ള ഹൈ ഈൽഡ് ടോപ്പിക്സ്, അതുപോലെ PYQ ടു SLM-ലോട്ടുള്ള മാപ്പിംഗ്, അതുപോലെ പ്രഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സും എക്സാം പ്രിപ്പറേഷന്റെ ഭാഗം മാക്സിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിലൂടെ നിങ്ങളുടെ എക്സാം പാറ്റേൺ മനസ്സിലാക്കാനും ഹൈ ഈൽഡ് സിലബസ് മാപ്പിംഗ് ചെയ്യുവാനും ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസിനെ കുറിച്ച് അറിയുവാനും അതിന്റെ കൂടെ തന്നെ 2 ഫുൾ ആയിട്ടുള്ള പ്രഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സും അതിന്റെ സ്ട്രക്ചേർഡ് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ എക്സാമിന് മുന്നായിട്ട് റിവിഷൻ പ്ലാൻ ചെയ്തിട്ടുള്ള, അതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, ഇനിയും സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫ്രഷ് സ്റ്റാർട്ടിങ്ങിലേക്കുള്ള ലേണേഴ്സിനെല്ലാം ഈ ഒരു ഗൈഡ് വളരെ ഉപകാരമായിരിക്കും. സോ കാമായിട്ടും ഫോക്കസ് ആയിട്ടും എക്സാമിനോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ കറന്റ് പ്രിപ്പറേഷൻ ലെവലിൽ ഇരിക്കുന്ന ലേണേഴ്സ് ചൂസ് ചെയ്തിട്ടുള്ള പാത്ത് വേസ് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. സോ ഫസ്റ്റ് പാർട്ട് 1 48 ഹവർ റെസ്ക്യൂ പ്ലാൻ ചെയ്യുന്ന ലേണേഴ്സ് ഉണ്ടായിരിക്കും. അതായത് വളരെ കുറഞ്ഞ സമയത്തിന് മാർക്ക് കിട്ടാവുന്നത് മാത്രം പഠിച്ചു പോകുന്നവര്, അങ്ങനെയുള്ളവര് നമ്മുടെ കമ്പൾസറി ആയിട്ടുള്ള ട്രൂ ഓർ ഫാൾസ് സെക്ഷൻ ഫസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് അതുപോലെ നിങ്ങളുടെ സെക്ഷൻ 5 ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാഗ്. അത് വായിച്ചു നോക്കിയിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുക. അതിന്റെ കൂടെ തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ട്രൂ ഓർ ഫാൾസ് സ്റ്റേറ്റ്മെന്റ്സ് ഓരോ സെഷൻസിലും വന്നിട്ടുണ്ടാവും. അതെല്ലാം നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിന് 3 to 4 ലൈൻ ജസ്റ്റിഫിക്കേഷൻസ് കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുക. കൂടെ തന്നെ ഒരു കൗണ്ടർ എക്സാമ്പിളും കൂടി നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് പാർട്ട് 2 വീക്ക് സ്ട്രാറ്റജിക് പ്ലാൻ യൂസ് ചെയ്യുന്ന ലേണേഴ്സ് ഉണ്ടായിരിക്കും. അതായത് മോഡറേറ്റ് ടൈം ഉള്ളവര്, അവര് ഹൈ ഈൽഡ് ഏരിയാസിൽ ഡെപ്ത് നോക്കിയിട്ട് മാത്രം പഠിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ളവര് 3 സ്റ്റാർ കൊടുത്ത യൂണിറ്റ്സുകൾ സിസ്റ്റമാറ്റിക്കലി കവർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ ബ്ലോക്ക് 1 നിന്ന് യൂണിറ്റ് 1 to 3 മുതൽ തുടങ്ങിയിട്ട് ബ്ലോക്ക് 3 വരെ, അതിനുശേഷം ബ്ലോക്ക് 4 ആ ഒരു രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ കൊടുത്തിട്ടുള്ള ഈ യൂണിറ്റുകളിലുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം സോൾവ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നെക്സ്റ്റ് പാർട്ട് 3 ദ കംപ്ലീറ്റ് മാസ്റ്ററി പ്ലാൻ. 4 വീക്സോളം പഠിച്ചിട്ട് ടോപ്പ് സ്കോർ എയിം ചെയ്യുന്ന കുറെ ലേണേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളവര് നമ്മുടെ SLM-ൽ കൊടുത്തിട്ടുള്ള കംപ്ലീറ്റ് 14 യൂണിറ്റ്സ് വായിച്ച് പഠിക്കുക. അതിന്റെ കൂടെ തന്നെ ഓരോ യൂണിറ്റ് കഴിയുമ്പോഴും അതിന്റെ കൂടെ കൊടുത്തിട്ടുള്ള എക്സസൈസസ് എല്ലാം സോൾവ് ചെയ്ത് പോവാം. അതുപോലെ SLM-ൽ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടന്റ് തിയറംസ്, അതിന്റെ പ്രൂഫുകളെല്ലാം മാർക്ക് ചെയ്തിട്ട് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുത്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് എക്സാം പാറ്റേൺ ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ എങ്ങനെയാണ് MMT 003 വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. 15 മാർക്കാണ് ടോട്ടൽ ആയിട്ട് വരുന്നത്. 2 hours ആയിരിക്കും എക്സാമിന്റെ ഡ്യൂറേഷൻ വരുന്നത്. സോ ക്വസ്റ്റ്യൻ 1 എന്നുള്ളത്
കമ്പൽസറി ആയിട്ടുള്ള ട്രൂ ഓർ ഫോൾസ് സെക്ഷൻ ആയിരിക്കും 5 സബ് പാർട്സ് 5 സെന്റൻസസ് കൊടുത്തിട്ടുണ്ടാവും 2 മാർക്സ് ഈച്ച് ആയിട്ട് ടോട്ടൽ 10 മാർക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എഴുതുക. അതിന്റെ കൂടെ ഒരു ബ്രീഫ് ജസ്റ്റിഫിക്കേഷൻ വിത്ത് പ്രൂഫ് ഓർ കൗണ്ടർ എക്സാമ്പിളും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. സോ ഈ ഒരു പാറ്റേൺ എല്ലാ 7 years എക്സാമിനേഷൻ പേപ്പേഴ്സിലും നമ്മൾ അനലൈസ് ചെയ്തുമ്പോൾ കണ്ടിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇനി ക്വസ്റ്റ്യൻ 2 to 6 നമ്മൾ നോക്കുമ്പോൾ 2 to 3 സബ് പാർട്സ് ആയിട്ടാണ് അതിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അതിൽ മിക്സിംഗ് പ്രൂഫ്സ് ഉണ്ട്, കമ്പ്യൂട്ടേഷൻസ് ഉണ്ട്, എക്സാമ്പിൾസ് എല്ലാം ആഡഡ് ആണ്. അതുപോലെ സബ് പാർട്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 2 to 7 മാർക്സോളം ആണ് വരുന്നത്. ഇനി ഗ്രൂപ്പ് തിയറി എന്നുള്ള ബ്ലോക്ക് 1 to 2 അതുപോലെ ഫീൽഡ് തിയറി ബ്ലോക്ക് 4 ടുഗദർ ചെയ്തിട്ട് നമുക്കൊരു 60-70% മോസ്റ്റ് പേപ്പേഴ്സിലും മാർക്സ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ബ്ലോക്സ് എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഒരു എക്സാം പേപ്പർ ബ്ലൂ പ്രിന്റ് ആണ് കാണിച്ചിട്ടുള്ളത്. അതായത് എക്സാം പേപ്പർ സ്ട്രക്ചർ എങ്ങനെയാണെന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൽ 35% പ്രൂഫ്സ് ആൻഡ് തിയറംസ് ആണ് ഓൾജിബ്രയിൽ ചോദിച്ചിട്ടുള്ളത്. അതിൽ 25% ചോദിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടേഷൻസും അതിന്റെ എക്സാമ്പിൾസും എഴുതാനാണ്. അതുപോലെ 20% ചോദിച്ചിട്ടുള്ള ട്രൂ ഓർ ഫാൾസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള ഒരു ഏരിയയിൽ നിന്നും അതുപോലെ ഡെഫിനിഷൻസ് ആൻഡ് ഷോർട്ട് ആൻസേഴ്സ് എന്നുള്ള ഒരു ഏരിയയിൽ നിന്നുമാണ് റീസെന്റ് ആയിട്ട് ഈ ഒരു പാറ്റേണിലാണ് എക്സാംസിന് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ഹൈ ഈൽഡ് സിലബസ് മാപ്പിംഗ് ആണ് പറയുന്നത്. എക്സാം ഫ്രീക്വൻസിക്ക് അനുസരിച്ച് എങ്ങനെയാണ് ഓരോ യൂണിറ്റ്സും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ അതിന് ടയർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. 3 സ്റ്റാർ കൊടുത്തിട്ടുള്ളതാണ് ഹൈ ഈൽഡ്. അത് എല്ലാ സെഷൻസിലും ഓൾമോസ്റ്റ് അപ്പിയർ ചെയ്യുന്ന ടോപ്പിക്സുകളാണ്, പാസ് മാർക്കിന് ക്രിറ്റിക്കൽ ആണ്. ഇനി മീഡിയം ഈൽഡിൽ കൊടുത്തിട്ടുള്ളത് ഫ്രീക്വന്റ്ലി അപ്പിയർ ചെയ്യുന്ന ടോപ്പിക്സുകളാണ്, നിങ്ങളുടെ സ്കോറിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ലോ ഈൽഡ് എന്ന് പറയുമ്പോൾ ഒക്കേഷണലി അപ്പിയർ ചെയ്യുന്ന ടോപ്പിക്സുകളാണ്, കോംപ്രിഹെൻസീവ് കവറേജിന് ബെറ്റർ ആയിരിക്കും. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ള ബ്ലോക്സ്, യൂണിറ്റ്സ്, യൂണിറ്റ് ടൈറ്റിൽസും അതുപോലെ അത് എങ്ങനെയാണ് ഫ്രീക്വൻസി വന്നിട്ടുള്ളതും എന്നാണ്. അതുപോലെ അതിന്റെ ടയർ സിസ്റ്റം എങ്ങനെ വന്നിട്ടുള്ളതെന്നും കൊടുത്തിട്ടുണ്ട്. സോ 3 സ്റ്റാർ വന്നിട്ടുള്ള യൂണിറ്റുകൾ നോക്കാം. യൂണിറ്റ് 1 ബേസിക് ഗ്രൂപ്പ് തിയറി ഇയർ റിവ്യൂ, Unit 2 Group Actions, Unit 3 The Silo Theorems, Unit 4 Matrix Groups, Unit 5 Abelian Groups and Unit 9 Special Integral Domains എന്നുള്ളതെല്ലാം 7 times ഒക്കെ ഫ്രീക്വന്റ്ലി വന്നിട്ടുള്ള 3 സ്റ്റാർ വരുന്ന ഇമ്പോർട്ടന്റ് യൂണിറ്റ്സുകളാണ്. അതുപോലെ 2 സ്റ്റാർ ടയർ സിസ്റ്റത്തിൽ വന്നിട്ടുള്ള യൂണിറ്റ് 6 ഗ്രൂപ്പ് പ്രസന്റേഷൻസും യൂണിറ്റ് 7 അപ്ലിക്കേഷൻസ് ഓഫ് സെമി ഗ്രൂപ്പ്സ് ആൻഡ് യൂണിറ്റ് 8 ബേസിക് റിംഗ് തിയറി ഇയർ റിവ്യൂ എന്നുള്ളതെല്ലാം മീഡിയം ഈൽഡിൽ വന്നിട്ടുള്ള യൂണിറ്റുകളാണ്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കി 4 യൂണിറ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് 10 കോൺഗ്രുവൻസസ്, യൂണിറ്റ് 11 ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ഫീൽഡ് തിയറി, യൂണിറ്റ് 12 സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ്, യൂണിറ്റ് 13 എ ഗേറ്റ് വേ ടു ഗലോയ്സ് തിയറി എന്നുള്ള 4 യൂണിറ്റ്സുകൾ. സോ അതിന്റെ ഫ്രീക്വൻസി ഇമ്പോർട്ടൻസ് ഒക്കെ നോക്കിയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. മീഡിയം ഈൽഡിൽ കൊടുത്തിട്ടുള്ളതാണ് യൂണിറ്റ് 14 ഫണ്ടമെന്റൽ തിയറം ഓഫ് ഗലോയ്സ് തിയറി എന്നുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. സോ കഴിഞ്ഞ PYQസിലെല്ലാം അപ്പിയർ ചെയ്തിട്ടുള്ള ഓരോ SLMന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് കളർ കോഡ് വെച്ചിട്ടാണ് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. സോ ഹൈ ഈൽഡ് ഏരിയാസ് ആണ് റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുള്ള യൂണിറ്റ് 1, 2, 3, 4, 5, 9, 10, 11, 12, 13 എന്നുള്ള യൂണിറ്റ്സുകൾ. ഇനി മീഡിയം ഈൽഡിൽ വരുന്നതാണ് യൂണിറ്റ് 6, 7, 8 ആൻഡ് 14 എന്നുള്ള യൂണിറ്റുകൾ. സോ അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂ ആണ്. നമ്മുടെ എക്സാം ടോപ്പിക്സിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന ടോപ്പ് 5 മോസ്റ്റ് ടോപ്പിക്സുകളാണ് കൊടുത്തിട്ടുള്ളത്. 14 ടൈംസ് വരെ അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഗ്രൂപ്പ് ആക്ഷൻസ്, ഓർബിറ്റ്സ്, ക്ലാസ് ഇക്വേഷൻ എന്നുള്ള പോർഷൻ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസുകൾ. അതുപോലെ 13 ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ് സൈലോ തിയറംസ് ആൻഡ് സിംപ്ലിസിറ്റി ഓഫ് ഗ്രൂപ്പ്സിൽ നിന്ന്. അതുപോലെ 12 ടൈംസ് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റുകളാണ് കോൺഗ്രുവൻസസ്, CRT ആൻഡ് ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി, അതുപോലെ സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ആൻഡ് ഫൈനൈറ്റ് ഫീൽഡ്സ് എന്നുള്ളത്. ഇനി 10 ടൈംസ് ചോദിച്ചിട്ടുള്ളതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈനൈറ്റ് അബലിയൻ ഗ്രൂപ്പ്സ് എന്നുള്ളത്. സോ ഈ 5 ടോപ്പിക്സുകളും സ്കിപ്പ് ചെയ്യാതെ തന്നെ എക്സാമിന് പഠിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ഒരു ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്.
ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ളതെല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ബേസിക് ഗ്രൂപ്പ് തിയറി റിവ്യൂ എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഇഫ് H ഈസ് എ പ്രോപ്പർ സബ് ഗ്രൂപ്പ് ഓഫ് G ഇൻഡെക്സ് P where P is the smallest prime dividing mode G, prove that H is a normal subgroup of G എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതുപോലെ ഡിഫൈൻ എ നോർമൽ subgroup of a group, give an example with the justification of a normal subgroup എന്നുള്ളത്. അതുപോലെ ഡിറ്റർമൈൻ ദ മാക്സിമം പോസിബിൾ ഓർഡർ ഓഫ് an element in S12 എന്നുള്ളതും give an example of an element of order 35 in the permutation group S13 എന്നുള്ളതും. സോ ഇതിന്റെ എല്ലാം ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റ്സും സ്കോറിംഗ് ഫ്രെയിം വർക്ക്സും നിങ്ങൾക്ക് ലേൺ വോയ്സ് ആപ്പിലെ PYQA ബുക്ക്ലെറ്റ്സിൽ അവൈലബിൾ ആണ്. സോ അത് നോക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കും. നെക്സ്റ്റ് ഗ്രൂപ്പ് ആക്ഷൻസ് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ലെറ്റ് G be a group of order n acting on a set with mode S elements where G does not fix any element of S. Find the possible coordinalities of orbits under the action എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതുപോലെ ഡിഫൈൻ ദ കോൺജുഗസി ക്ലാസ് ഓഫ് an element in a group. Write down the class equation of a finite group of G, carefully explaining each term എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ആൻഡ് state the orbit counting theorem Burnside's lemma for the action of a finite group of on a finite set. Explain notation എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ the action of S and on 1 2 etc n is transitive. അത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഗ്രൂപ്പ് ആക്ഷൻസിൽ നിന്ന് വന്നിട്ടുള്ളത്. ഇനി സൈലോ തിയറത്തിൽ നിന്ന് വന്നിട്ടുള്ള 4 ക്വസ്റ്റ്യനുകളാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിറ്റർമൈൻ വെദർ എ ഗ്രൂപ്പ് ഓഫ് എ ഗിവൺ ഓർഡർ ഇസ് സിമ്പിൾ എന്നുള്ളത്. അതുപോലെ മറ്റു 3 ക്വസ്റ്റ്യൻസ് കൂടി കൊടുത്തിട്ടുണ്ട്. How many silo P subgroups can a group of order 14 have where P equal to 2 3 5? Can a group of order 40 be simple? Next, if P is a prime, show that the center of a P group has order P raised to M for some M in N. Deduce that every group of order P square is abelian എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, a group of order 56 must have a normal silo subgroup. True or false എന്നുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് മെട്രിക്സ് ഗ്രൂപ്പ്സ് നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദ സ്പെഷ്യൽ ഓർത്തോഗണൽ ഗ്രൂപ്പ് ഇൻ G law of 2R and show it is isomorphic to the unit circle S raised to 1 എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഡിഫൈൻ എ സിംപ്ലിസിറ്റിക് മെട്രിക്സ് ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗിവ് ആൻ എക്സാമ്പിൾ വിത്ത് ജസ്റ്റിഫിക്കേഷൻ ഓഫ് ആൻ ഇൻജക്റ്റീവ് റെപ്രസെന്റേഷൻ ഓഫ് ഡയമെൻഷൻ 2 ഓഫ് ദ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ 3 എന്നുള്ള മെട്രിക്സ് ഗ്രൂപ്പിലെ 3 ക്വസ്റ്റ്യൻസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഗ്രൂപ്പ് പ്രസന്റേഷൻസിൽ വന്നിട്ടുള്ളതാണ്. Prove that free group on A is isomorphic to Z and define a free group on a set S. Define the defining relations of a group G with respect to a generating set X എന്നുള്ള റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഡിസ്ക്രൈബ് ദ ഗ്രൂപ്പ് വിത്ത് എ ഗിവൺ പ്രസന്റേഷൻ ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് ഓർഡർ എന്നുള്ള തേർഡ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ബേസിക് റിംഗ് തിയറി റിവ്യൂ എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഒബ്റ്റെയിൻ ദ യൂണിറ്റ്സ് ഓഫ് Z by NZ. Define the nil radical of a ring. Find the nil radical Z9 എന്ന് കൊടുത്തിട്ടുണ്ട്. And how many proper ideal does the ring Z by 24 have? How many are maximal എന്നുള്ളത് കാണിക്കാനും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് സ്പെഷ്യൽ ഇന്റഗ്രൽ ഡൊമൈൻസ് എന്ന് വന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻസുകളാണ്. ഇൻ ദ റിംഗ് ഓഫ് ഗോഷ്യൻ ഇന്റിജേഴ്സ് Z of I, ഡിറ്റർമൈൻ വെദർ എ ഗിവൺ എലമെന്റ് ഈസ് ഇറഡ്യൂസിബിൾ എന്നുള്ളത്. Give an example of a domain which has an irreducible element that is not prime. Is it possible to find a prime that is not irreducible എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. Show that a given subring of C cannot be Euclidean domain or is not a UFD എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി കോൺഗ്രുവൻസസിന്റെ പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. സോൾവ് എ സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രുവൻസസ് യൂസിംഗ് ദ ചൈനീസ് റിമൈൻഡർ തിയറം.
കമ്പ്യൂട്ട് ദ ലെജൻഡറി സിമ്പിൾ എ ബൈ പി ഫോർ ഗിവൺ വാല്യൂസ് എന്നുള്ളൊരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. അതുപോലെ ഡിഫൈൻ എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് മോഡുലോ എൻ, ചെക്ക് വെദർ എ ഗിവൺ സെറ്റ് ഈസ് എ കംപ്ലീറ്റ് സെറ്റ് ഓഫ് റെസിഡ്യൂസ് എന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ. ഇനി സ്പ്ലിറ്റിംഗ് ഫീൽഡ്സ് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റിൽ നിന്ന് വന്നിട്ടുള്ള 3 ക്വസ്റ്റ്യൻസുകളാണ്. ഫൈൻഡ് ദ സ്പ്ലിറ്റിംഗ് ഫീൽഡ് ഓഫ് എ ഗിവൺ പോളിനോമിയൽ ഓവർ ക്യൂ ആൻഡ് ഡിറ്റർമൈൻ ഇറ്റ്സ് ഡിഗ്രി ഓവർ ക്യൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതുപോലെ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് മോണിക് ഇറഡ്യൂസിബിൾ പോളിനോമിയൽസ് ഓഫ് എ ഡിഗ്രി ഡി ഇൻ എഫ് ബൈ പി ഓഫ് എക്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ആൻഡ് എ ഫീൽഡ് വിത്ത് 216 എലമെന്റ്സ് മസ്റ്റ് ഹാവ് എ സബ് ഫീൽഡ് വിത്ത് 214 എലമെന്റ്സ്, ട്രൂ ഓർ ഫാൾസ് എന്നുള്ള അതുപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യനും കൂടി കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് അബലിയൻ ഗ്രൂപ്പ്സിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ആൾ ദ ഫൈനൈറ്റ് അബലിയൻ ഗ്രൂപ്പ്സ് ഓഫ് എ ഗിവൺ ഓർഡർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ ഫൈൻഡ് ദ ബെറ്റി നമ്പർ ആൻഡ് ഇൻവാരിയന്റ് ഫാക്ടേഴ്സ് ഓഫ് എ ഗിവൺ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് അബലിയൻ ഗ്രൂപ്പ് എന്നുള്ള ഈ ക്വസ്റ്റ്യൻ. ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളുടെ എല്ലാം ആൻസേഴ്സുകൾ PYQ ബുക്ക്ലെറ്റ്സ് നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സ് ആണ്. കംപ്ലീറ്റ് മോക്ക് പേപ്പേഴ്സ് ആണ്, 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിന് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആണ്. സോ 3 ഹവേഴ്സിന് ഏതെങ്കിലും 5 എണ്ണം അറ്റംപ്റ്റ് ചെയ്ത് 20 മാർക്സ് ഈച്ച് വരുന്ന രീതിയിലാണ് എക്സാംസ് ഉള്ളത്. സോ അതിനനുസരിച്ച് എഴുതി നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻസ് ആണ്. 5 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. A group of order 45 has a unique silo 3 subgroup. B, a very finite extension of a finite field is separable. C, z of square root of -5 is a UFD. D, n plus is a finitely generated semigroup. E, the splitting field of x raised to 4 -1 over q has degree 4 over q എന്നുള്ള 10 മാർക്സിന് ടോട്ടൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ക്വസ്റ്റ്യൻ 2 കൊടുത്തിട്ടുള്ളത് let G be a group of order 35 acting on a set S with 12 elements. If no element of S is fixed by G, find the possible orbit decompositions എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. അതുപോലെ classify all finite abelian groups of order 360 up to the isomorphism എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഇനി ക്വസ്റ്റ്യൻ 3 കൊടുത്തിട്ടുള്ളത് സോൾവ് ദ സിസ്റ്റം ഓഫ് കോൺഗ്രുവൻസസ് സോൾവ് ചെയ്യാനാണ്. എക്സ് കോൺഗ്രുവന്റ് 3 mod 7 എക്സ് കോൺഗ്രുവന്റ് 5 mod 11 എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ സിസ്റ്റം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ റേഞ്ച് കണ്ടിട്ട് റേഞ്ചിന്റെ എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി അതിൽ കൊടുത്തിട്ടുണ്ട്. അതിലെ ബി പാർട്ടില് ലെജൻഡറി സിമ്പിൾ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ 4 സ്പ്ലിറ്റിംഗ് ഫീൽഡ് കണ്ടുപിടിക്കാനും അതുപോലെ KQ എന്നുള്ളത് കമ്പ്യൂട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ഡിഫൈൻ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ ഫീൽഡ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് 5 വിത്ത് എക്സാക്ട്ലി 15 എലമെന്റ്സ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഡർ 84 ക്യാൻ ബി സിമ്പിൾ ആവാൻ പറ്റുമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ബി പാർട്ടിൽ ചോദിച്ചിട്ടുള്ളത് ഇൻ ഓഫ് ജി ഇസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് ഓട്ടോ ജി ഫോർ എനി ഗ്രൂപ്പ് ജി എന്നുള്ളത് ഷോ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ SO2R is isomorphic to the unit circle S⁻1 എന്നുള്ളത് ഷോ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് K ഒരു ഗലോയിസ് എക്സ്റ്റൻഷൻ ഓഫ് Q ആണ്. അതിൽ ഗലോയിസ് ഗ്രൂപ്പ് ഐസോമോർഫിക് ടു D/8 ഡീഹെഡ്രൽ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 8 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര ഇന്റർമീഡിയറ്റ് ഫീൽഡാർ ഉണ്ടാവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ എത്ര എണ്ണം ഓവർ ക്യൂല് നോർമൽ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഡിസ്റ്റിങ്ക്റ്റ് മോണിക് ഇറഡ്യൂസിബിൾ പോളിനോമിയലിന് നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാനും കൂടി കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി പ്രാക്ടീസ് സെറ്റ് ബി കൊടുത്തിട്ടുണ്ട്. അതിലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാം. ഇഫ് G is a group of order p⁻3q where pq are distinct primes with p greater than q, then G has a normal silo p subgroup. B, Q of I is algebraically closed. C, log of Z of I, the element 3 is irreducible. D, every separable extension is normal. E, the group Z by Z is a free group എന്നുള്ള 5 സ്റ്റേറ്റ്മെന്റ്സുകളാണ്. സോ അത്
ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എഴുതുക. അതിന്റെ കൂടെ തന്നെ അതിന്റെ പ്രൂഫും കൗണ്ടർ എക്സാമ്പിളും കൂടിയും കൊടുക്കുക. ഈ ക്വസ്റ്റ്യൻ ബിയിൽ കൊടുത്തിട്ടുള്ളത് ജി ഒരു നോൺ അബേലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 8 ആണെന്നുണ്ടെങ്കിൽ മോഡ് സെറ്റ് ഓഫ് ജി ഈക്വൽ ടു 2 എന്നുള്ളത് ഷോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജി ഐസോമോർഫിക് ആണോ എന്ന് കാണിക്കാനും കൂടി പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഫൈൻഡ് എലമെന്ററി ഡിവൈസസ് ആൻഡ് ഇൻവാരിയന്റ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ 3 റിംഗ് ഹോമോമോർഫിസംസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ give an example of a domain with an irreducible element that is not prime എന്നുള്ളതിന് എക്സാമ്പിൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ദ കോഷ്യൻ റിംഗ് ഇന്റഗ്രൽ ഡൊമൈൻ ആവുമെന്ന് ചെക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ 4 ഓൾ പോസിബിൾ അബലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 1500 ഡിറ്റർമിൻ ചെയ്യാനും അപ് ടു ഐസോമോർഫിസം വരെയും അതിന്റെ ഇൻവേരിയന്റ് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനും തന്നിട്ടുണ്ടെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അതിന്റെ ബി പാർട്ടില് എഫ് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇറഡ്യൂസിബിൾ പോളിനോമിയൽ ഓഫ് ദ ഫോം x³ മൈനസ് x+a ഉണ്ടാവുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 5 ഡിഫൈൻ SB/2 ഓഫ് ആറും ആൻഡ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട്. അത് ജനറൽ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ബിയില് ഗ്രൂപ്പ് വിത്ത് പ്രസന്റേഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഓർഡർ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 6 എല്ലാ റൂട്ട്സും ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് സ്പ്ലിറ്റിംഗ് ഫീൽഡ് ആണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അതിന്റെ ബി പാർട്ടിൽ ജി ഈക്വൽ ടു ജിയോ ln ഓഫ് ആർ ആണെന്നുണ്ടെങ്കിൽ ആക്ട് ഓൺ r⁻n/ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഓർബിറ്റ്സ് ഓഫ് ആക്ഷൻ ഡിസ്ക്രൈബ് ചെയ്യാനും അവിടുത്തെ സ്റ്റെബിലൈസർ ഫൈൻഡ് ഔട്ട് ചെയ്യാനുമാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതിന്റെ എല്ലാം ആൻസേഴ്സ് നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പിൽ അവൈലബിൾ ആണ്. ആപ്പ് റെഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് ആണ്. എക്സാമിന് ആൻസേഴ്സ് എങ്ങനെയാണ് ഹൈ ലെവൽ ഫ്രെയിം വർക്ക്സോട് കൂടി സ്ട്രക്ചർ ആയിട്ട് എഴുതുന്നത് എന്നാണ് പറയുന്നത്. സോ 20 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 500 to 600 വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഒരു ഫ്രെയിം വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഇൻട്രോ 2 to 3 സെന്റൻസ് വെച്ച് നിങ്ങൾക്ക് എഴുതാം. കീ കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്തു, എന്തിനാണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു, നിങ്ങളുടെ ആൻസറിന്റെ സ്കോപ്പ് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ബോഡി പാർട്ട് 4 to 6 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിൽ ഈച്ച് പോയിന്റ് ബ്രീഫ് എക്സ്പ്ലനേഷൻ വെച്ച് ഡെവലപ്പ് ചെയ്യുക. ടോപ്പിക് സെന്റൻസസ് യൂസ് ചെയ്യുക. അതിൽ തന്നെ SLMലെയും റിയലിസ്റ്റിക് സിനോറിയസിലും വരുന്ന എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. ഇനി കൺക്ലൂഷൻ പാർട്ടിൽ സിഗ്നിഫിക്കൻസ് റീഐട്രേറ്റ് ചെയ്യുക. മോഡേൺ റെലവൻസ് ഇംപ്ലിക്കേഷൻ സ്റ്റേറ്റ് ചെയ്യുക. കോൺഫിഡന്റ്ലി ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തിയറി ക്ലിയർലി ഹൂ വെൻ വാട്ട് എന്നുള്ളത് ഡിഫൈൻ ചെയ്തിട്ട് തന്നെ എഴുതുക. കോർ കമ്പോണൻസും SLM ടെർമിനോളജി യൂസ് ചെയ്തിട്ടുള്ള സ്റ്റേജസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഫോർ മാനേജേഴ്സ് ഡിസ്കസ് ചെയ്യുക. ലിമിറ്റേഷൻസോ ക്രിറ്റിസിസംസ് എല്ലാം അഡ്രസ് ചെയ്യുക. മോഡേൺ പ്രാക്ടീസും ഓർ റിലേറ്റഡ് തിയറീസും കണക്ട് ചെയ്തിട്ട് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി ഡിസ്കസ് എന്ന് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ബാലൻസ്ഡ് അനാലിസിസിൽ ആൻസർ ചെയ്യുക. പ്രസന്റ് മൾട്ടിപ്പിൾ പെർസ്പെക്ടീവ്സും പ്രോസ് ഓർ കോൺസും ട്രേഡ് ഓഫ്സ് ഒക്കെ വെച്ചിട്ട് തന്നെ എഴുതുക. എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു വരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഡെപ്ത് ആൻഡ് ക്ലാരിറ്റി വെച്ചിട്ട് തന്നെ എക്സാമിനെ എഴുതുക. കമ്പോണൻസിനെല്ലാം ബ്രേക്ക് ചെയ്ത് എങ്ങനെയാണ് അത് ഇന്റർ കണക്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടി ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഡിസ്കസ് ആൻസേഴ്സ് എക്സ്ട്രീം പൊസിഷനിൽ എടുക്കേണ്ടതില്ല. ട്രേഡ് ഓഫ്സ് വെച്ച് അക്നോളജി ചെയ്താൽ മതിയാവും. നെക്സ്റ്റ് എക്സാമിന്റെ ടൈമിൽ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് 5 മിനിറ്റില് എല്ലാ ക്വസ്റ്റ്യൻസും കെയർഫുള്ളി വായിച്ചു നോക്കി കോൺഫിഡന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് ഫസ്റ്റിൽ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഓരോ ക്വസ്റ്റ്യനും 30 മിനിറ്റ്സ് വെച്ചിട്ട് എഴുതിയിട്ട് ഇൻട്രൊഡക്ഷനും ബോഡി പാർട്ടും അതുപോലെ കൺക്ലൂഷനും കൊടുത്ത് ആ ഒരു ഫ്രെയിം വർക്ക് തന്നെ എഴുതി പോകാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് ഒരു ക്വസ്റ്റ്യന് ശേഷം ഒരു 6 മിനിറ്റ് എടുത്തിട്ട് ആൻസറിന്റെ ക്ലാരിറ്റി, മിസ്സിംഗ് വേർഡ്സും കറക്ഷൻസ് എല്ലാം റിവ്യൂ ചെയ്യാൻ വേണ്ടി നോക്കുക. ലാസ്റ്റ് 50 മിനിറ്റ്സിൽ നിങ്ങൾ എല്ലാ ആൻസേഴ്സും ഫൈനൽ റിവ്യൂ ചെയ്ത് സ്മോൾ കറക്ഷൻസ് മാത്രം ചെയ്യുക. ആൻഡ് റീറൈറ്റ് ചെയ്യാതിരിക്കുക. അറിയാലോ, നമുക്ക് ക്വാളിറ്റിയാണ് പ്രധാനം, ക്വാണ്ടിറ്റി അല്ല. സോ എനിക്ക് ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്
നമ്മുടെ ലേൺവൈസ് ആപ്പിൽ ഫുൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മോഡൽ ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബി അവൈലബിൾ ആണ്. അതുപോലെ കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ് വിത്ത് ഓൾ ആൻസർ ബ്ലൂ പ്രിന്റ്സും അവൈലബിൾ ആണ്. നിങ്ങളുടെ എക്സാം സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ആൻസർ പ്രസന്റേഷനിലുള്ള പേഴ്സണലൈസ്ഡ് ഗൈഡൻസ് അവൈലബിൾ ആണ്. അതുപോലെ ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സിലുള്ള അഡീഷണൽ ആക്സസും കൂടി നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പ് എൻറോൾ ചെയ്യുന്നതിലൂടെ അവൈലബിൾ ആയിരിക്കും. സോ ആപ്പ് അൺലോക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് ഫോർ പ്രാക്ടീസ് സെറ്റ് ആൻഡ് പ്രാക്ടീസ് സെറ്റ് ബി അവൈലബിൾ ആണ്. ആൻഡ് കംപ്ലീറ്റ് PYQ ബുക്ക്ലെറ്റ് വിത്ത് ഡീറ്റെയിൽഡ് ആൻസർ ബ്ലൂ പ്രിന്റ്സ് ഫോർ എവരി ക്വസ്റ്റ്യൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ ലേറ്റസ്റ്റ് സെഷനിലുള്ള ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ പാക്സ് എക്സ്ട്രാ കിട്ടുന്നുണ്ടാവും. ആൻഡ് നിങ്ങളുടെ ആൻസർ പ്രസന്റേഷന് സ്കോറിങ്ങിനുള്ള സ്ട്രക്ചേർഡ് ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടും. എക്സാമിന് മുന്നുള്ള നിങ്ങളുടെ എന്ത് ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്ത് മെന്റേഴ്സ് സപ്പോർട്ട് വഴി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതുപോലെ ലേൺവൈസ് അഡ്വാൻസ്ഡ് ലേണിംഗ് എക്കോസിസ്റ്റത്തിലോട്ടുള്ള ആക്സസും കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. സോ ലേൺവൈസിലോട്ട് ജോയിൻ ചെയ്യാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യോ വാട്സപ്പ് ചെയ്യോ ചെയ്യാൻ. നിങ്ങളുടെ എൻറ്റയർ ജേണിക്ക് ലേൺവൈസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ TEE. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.